നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. മഹാത്മാഗാന്ധിജി സർവകലാശാല MG യൂണിവേഴ്സിറ്റി കലോത്സവം അൽ-അസ്ഹർ കോളേജ് ക്യാമ്പസിൽ 8 വേദികളിലായി 17/3/2025 തിങ്കളാഴ്ച ഭദ്രദീപ പ്രകാശനം നടന്നു. കലയിലൂടെ പ്രതിരോധം തീർക്കുക എന്ന ധീരമായിട്ടുള്ള സന്ദേശം എഴുതിച്ചേർത്തുകൊണ്ട് MG സർവകലാശാലയ്ക്ക് കീഴിലെ 10,000-കണക്കിന് വരുന്ന കലാപ്രതിഭകളുടെ ഔദ്യോഗികമായ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് നാം കടക്കുകയാണ്. ഈ ഉദ്ഘാടന സമ്മേളനത്തിന്റെ അനീതിക്കെതിരായി അധിനിവേശ ശക്തികൾക്കിടയിൽ പൊലിഞ്ഞു പോകപ്പെട്ട ജീവിതങ്ങൾക്കായി ഉദ്ഘാടന സമ്മേളനത്തില് വിശിഷ്ടാതിഥികളായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ബ്രിട്ടീഷ് കരുണാകരൻ സംവിധാനം ചെയ്യുന്ന ലൗലി എന്ന വരുന്ന മലയാള സിനിമയുടെ താരങ്ങളാണ് നമ്മുടെ സമീപത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ മലയാളത്തിലെ നിരവധിയായിട്ടുള്ള സിനിമകളിലൂടെ ശ്രദ്ധേയനായി കുമ്പളങ്ങി നൈസിലൂടെ നമുക്കിടയിലേക്ക് കടന്നു വന്ന് തണ്ണീർമത്തനിലെ ജെയ്സണായും ഓപ്പറേഷൻ ചാവയിലും മമ്മൂട്ടിക്കൊപ്പം മണ്ണ് എന്ന സിനിമയിലും അഞ്ചാം പാതിരയിലും ഒടുവിൽ 2000 ലോകത്തിന്റെ ചരിത്രം വീണ്ടും വരും തലമുറയിലേക്ക് കൈമാറി കൊടുക്കുന്നതിനും കൂടിയാണ് നമ്മൾ ഈ കലാവേദികൾ ഉപയോഗപ്പെടുത്തുന്നത്. ഈ കലാവേദിയിലൂടെ മറവിയുടെ ചവിട്ടുകൊണ്ടയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഈ യൂണിയന്റെ ഭാരവാഹികളായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും ഏറ്റവും പ്രഥമമായി വരുന്ന ഉത്തരവാദിത്വം കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയം, കേരളത്തിന്റെ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയം, അത് എല്ലാവരിലും എത്തിക്കുക എന്ന പ്രഥമമായ ഉദ്ദേശം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ കലോത്സവങ്ങൾ, കലാവേദികൾ, സർവകലാശാലയുടെ വേദികൾ, ആ വേദികൾ രാഷ്ട്രീയം സംസാരിക്കുന്ന ഇടങ്ങളായി മാറ്റിയെടുക്കുക എന്ന പ്രഥമമായ ഉത്തരവാദിത്വം ഞാൻ അടങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കുമുണ്ട്. വേദിയിട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ, കേരളത്തിന്റെ സമര ചരിത്രത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു വടക്കൻ മേഖലയിലെ നാട്ടിന്റെ പേരാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ എപ്പോഴും ആവേശത്തോടെ പറയുന്ന ഏറ്റവും വലിയ കർഷക സമരത്തിന്റെ ജന്മദിനത്തിലെ സമരം നടന്ന കയ്യൂരിന്റെ പേരാണ് ഞങ്ങൾ വേദി എട്ടി നൽകുന്നത്. ഇംഫാൽ എന്നാണ്. ഈ കലോത്സവത്തിന്റെ പ്രചരണങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ, കലോത്സവത്തിന്റെ പ്രചരണങ്ങൾ ഞങ്ങൾ ആഞ്ഞു പോകുന്ന ഘട്ടത്തിൽ അന്ന് ഒരു പോസ്റ്റർ ഇറക്കിയപ്പോ വലിയ രീതിയിലുള്ള വിവാദം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പല വിദ്യാർത്ഥി സംഘടനകളും അതിനപ്പുറത്ത് പല സംഘടനകളും ഞങ്ങളെ ആക്രമിക്കുവാൻ വേണ്ടി തയ്യാറായി. ഞങ്ങളെ പല രീതിയിലും വർഗീയവാദികളായിട്ട് മുദ്ര കുത്തുവാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. പാലസ്തീനെ ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളൊരു പോസ്റ്റർ വെക്കുന്ന ഘട്ടത്തിൽ പലരും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് MG സർവകലാശാല യൂണിയനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉയർത്തി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ അവസരത്തിൽ ആ ഒരു വിഷയത്തിൽ ഒരു വ്യക്തത കൂടി ഞങ്ങൾ നൽകാൻ ആഗ്രഹിക്കുകയാണ്. MG സർവകലാശാല യൂണിയൻ 2023-24 SFI നേതൃത്വം നൽകുന്ന ഈ യൂണിയൻ ഞങ്ങൾ പാലസ്തീനോടൊപ്പമാണ്, പാലസ്തീൻ ജനതയ്ക്കൊപ്പമാണ്. ഞങ്ങൾ ഇനിയും ഉറക്കെ പാടും വാഴ്ക 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 പാലസ്തീനെ. ഞങ്ങൾ വേദി 3-ന് പേര് നൽകുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗാസ. വേദി 2-ന് ഞങ്ങൾ പേര് നൽകുന്നത് അമേരിക്കൻ അധിനിവേശനത്തിനെതിരെ ഏറ്റവും വലിയ സമരങ്ങൾ മുന്നോട്ട് നയിച്ച, ഏറ്റവും വലിയ സമരങ്ങൾക്ക് മുന്നോട്ടിറങ്ങിയ ക്യൂബ എന്നാണ്. ലോകത്തിന്റെ ഏതൊരു കോണിലേക്കും വൈദ്യശാലികളെ എത്തിക്കുന്ന ഫിദലിന്റെ ക്യൂബ ചില പേര് ഞങ്ങൾ നൽകണമെന്ന് തീരുമാനിക്കുമ്പോൾ സംഘടനാ സമിതിക്കും യൂണിയനും യാതൊരു സംശയവുമില്ലാതെ 1-ാം വേദിയുടെ പേര് നൽകാൻ വേണ്ടി കഴിഞ്ഞു. ലോകം കണ്ട ഏറ്റവും വലിയ പ്രതിരോധങ്ങൾ തീർക്കുന്ന നാട്, BJPയുടെ സംഘപരിവാർ ശക്തികൾക്കെതിരെ, കേന്ദ്ര സർക്കാരിന്റെ ഭരണകൂടങ്ങൾക്കെതിരെ ഇന്നും പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുന്ന നാട്, കയ്യൂരും കരിവള്ളൂരും പുന്നപ്പുറയും വയലാറും അടങ്ങുന്ന നാട്, അമരാവതി അടങ്ങുന്ന നാട്, വേദി 1-ന് ലോകം കണ്ട ഏറ്റവും വലിയ പ്രതിരോധം തീർക്കുന്ന നാടിന്റെ പേര് തന്നെ ഇടണം എന്ന തീരുമാനത്തോടെ തന്നെയാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന AKGയും EMSും അടങ്ങുന്ന നമ്മുടെ സ്വന്തം മണ്ണായ കേരളം എന്ന പേര് തന്നെ വേദി 1-ന് നൽകണമെന്ന തീരുമാനം ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ലോകത്തിന്റെ നാനാദിക്കുകളിൽ സമരം ചെയ്യുന്ന, പ്രതിരോധം തീർക്കുന്ന ജനങ്ങൾക്കൊപ്പം ഞാനും നിങ്ങളും അടങ്ങുന്ന വിദ്യാർത്ഥികൾ, കേരളത്തിന്റെ വിദ്യാർത്ഥികൾ പങ്കുചേരുകയാണ്. ഞങ്ങൾ സമരകാഹളം മുഴക്കുകയാണ്. മുഴുവൻ വിദ്യാർത്ഥികളും ലോകത്തിന്റെ പ്രതിരോധത്തിൽ പങ്കുചേരുന്ന മുഴുവൻ ആളുകൾക്കൊപ്പം ഐക്യദാർഢ്യപ്പെടുകയാണ് ഈ കലോത്സവത്തിലൂടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. വേദികളുടെ പേരും അത്തരത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ചെറുത്തുനിൽപ്പുകളുടെ വലിയ പ്രതീകങ്ങളാക്കി ഞങ്ങൾ മാറ്റി തീർക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോൾ ഉദ്ദേശം 23 വർഷങ്ങൾക്ക് മുമ്പ്, എനിക്കിപ്പോൾ 40 വയസ്സായി, ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത്
കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ കഥാരചനാ മത്സരത്തിൽ പങ്കെടുത്ത ഒരു കുട്ടിയെ ഞാൻ ഓർമ്മിക്കുന്നു. ആ കുട്ടി വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. എഴുത്തുകാരനെ തേടി ഒരു കഥാപാത്രം കടന്നു വരുന്നു എന്നുള്ളതായിരുന്നു അന്ന് കഥാരചനയ്ക്ക് കിട്ടിയിട്ടുള്ള വിഷയം. ഞാനെന്തോ എൻ്റെ നാട്ടിലെ ഒരു നക്സലൈറ്റ് ആയിട്ടുള്ള കൃഷ്ണാട്ടനെ വെച്ച് ഒരു കഥ എഴുതുകയും അതിന് തവള എന്ന പേര് നൽകുകയും ചെയ്ത് ആ മത്സരം എഴുതിയ ക്ലാസ് റൂമിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്തു. പക്ഷേ എൻ്റെ ഭാഗ്യമെന്നോ നിർഭാഗ്യമെന്നോ അറിയില്ല, ആ കഥയ്ക്കായിരുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ഏറ്റവും മികച്ച കഥയ്ക്കുള്ള 1ാം സ്ഥാനം കിട്ടിയത്. കാര്യം ഒരുപക്ഷെ ഒരു കഥാകൃത്ത് എന്ന നിലയിൽ, ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതിന് ഞാൻ അക്കാലങ്ങളിൽ പങ്കെടുത്ത കലോത്സവങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന പ്രതിഭാശാലികളായ കൂട്ടുകാരികളും കൂട്ടുകാരന്മാരും നാളത്തെ വലിയ കലയുടെ ആകാശത്തിൽ വലിയ നക്ഷത്രങ്ങളായി മാറും എന്ന് ഞാൻ ആശംസിക്കുന്നു, എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചില ചെറുപ്പക്കാർ കഞ്ചാവടിക്കുന്നതിൻ്റെ പേരിൽ, ചില ചെറുപ്പക്കാർ വയലൻസ് ആഘോഷിക്കുന്നതിൻ്റെ പേരിൽ കേരളത്തിലെ എല്ലാ ചെറുപ്പക്കാരും പ്രതിക്കൂട്ടിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വർത്തമാനകാല സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയി. നിങ്ങൾ കലയെ സ്നേഹിക്കുന്നവരാണ്, നിങ്ങൾ സർഗാത്മകതയെ സ്നേഹിക്കുന്നവരാണ്. കലയെ സ്നേഹിക്കുന്നവർ കാലത്തെ സ്നേഹിക്കുന്നു, കലയെ സ്നേഹിക്കുന്നവർ മനുഷ്യരെ സ്നേഹിക്കുന്നു, കലയെ സ്നേഹിക്കുന്നവർ മാനവികതയെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നുള്ള വളരെ ജാതീയമായ, വളരെ ജനാധിപത്യ വിരുദ്ധമായ, രാഷ്ട്രവിരുദ്ധമായ, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവന ഇറക്കിയ സമയത്ത് കേരളത്തിലെ ക്യാമ്പസുകൾ മാത്രമാണ് ഉന്നത കുല എന്ന് പറയുന്നത്. ഏത് കുലയാണ്? നേന്ത്രക്കുല, പിന്നെ വാഴക്കുല, അല്ലെങ്കിൽ കാട്ടുപഴത്തിന്റെ കുല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഉന്നത കുല ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് വളരെ വളരെ ട്രോളോടുകൂടി പ്രതികരിക്കാൻ തയ്യാറാവുകയും അതേ സുരേഷ് ഗോപി ഒരു വേദിയിൽ പ്രസംഗിക്കാൻ വന്നപ്പോൾ ആ സുരേഷ് ഗോപിക്ക് അംബേദ്കറുടെ ജീവചരിത്രം കൊടുത്തുകൊണ്ട് ജാതിയെക്കുറിച്ച് പഠിക്ക് മിസ്റ്റർ MP എന്ന് വിളിച്ചു പറയുകയും ചെയ്യുന്ന യുവാക്കളുടെ കൂട്ടം ഇവിടെ ഉണ്ടാവുന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയമായ ജാഗ്രതയാണ് കാണിക്കുന്നത്.